അല്ലാഹു അക്ബർ ഇക്ക നോമ്പ് തുറന്നാള് ഭക്ഷണം ഇപ്പൊ എടുക്കട്ടോ. നേരത്തെ എത്തിയോ? മുഹമ്മദ് ഇങ്ങക്ക് ഞാൻ പൈസ തരാനുണ്ട്. പറയാനൊന്നുമില്ല, 5 മാസത്തെ വാടകയല്ലേ തരാനുള്ളൂ. അത് തന്നിട്ട് രമേശ് ഇവിടുന്ന് പോവും. രമേശ് ആരെയും പറ്റിച്ചിട്ടില്ല. രമേശാ, ഈ ഒച്ചയും ബോളും ഉണ്ടാക്കാതെ ഇങ്ങോട്ട് കയറി വാ. നോമ്പ് പറഞ്ഞിട്ട് പോവാ. ഈ കോലത്തിലോ? അത് വന്നാ ശരിയാവൂല. മുഹമ്മദ് നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ. നിങ്ങൾ സ്നേഹമുള്ളവനാ. ഞാൻ പോയരാ. നമസ്കാരം. പോടാ ഇവിടുന്ന്. കുരുത്താൻ കെട്ടാൻ നാട്ടുകാർക്ക് ഒരു ഉപകാരമില്ല. 24 മണിക്കൂറും വെള്ളടിച്ച് നടക്കല്ലേ. പോലെ 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 മെമ്പറേ, എന്തായി വായിക്ക്? നിക്കി മോമക്ക, അങ്ങക്ക് എന്താ അത്ര തിരക്ക്? അല്ല, എനിക്ക് നോമ്പറക്ക് നേരായിരിക്കുന്നത്. അല്ല മോമക്ക, എനിക്കറിയാൻ പാടില്ല ചോദിക്കാം. നിങ്ങൾ എന്തു മനുഷ്യനാന്ന്? നിങ്ങൾ എന്തെല്ലാം കണ്ട അലപരാതിയൊക്കെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്? വാടകയ്ക്ക് മര്യാദയ്ക്ക് കിട്ടേയില്ല. ഓൻ്റെ തൊള്ളേക്ക് എടുക്കുന്ന മുഴുവൻ നമ്മൾ കേൾക്കാൻ വേണം. നമുക്ക് പുതിയ ഒരു പാർട്ടി വെക്കുന്നു. ഡോക്ടർ ഭാര്യയും തങ്കപ്പെട്ട മനുഷ്യന്മാരാ. വാടക കൃത്യം ഒരു അണ്ണ് കേട്ടാൽ വ്യത്യാസം പറ്റില്ല. നമുക്ക് നോക്കിയാൽ എന്താ? പുതിയ പാർട്ടിയൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കയറി ഇരുന്ന ഭക്ഷണം കഴിച്ച് പോവാം. എന്തേ നിങ്ങൾ കുറേയും കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുന്നത്? ഇപ്പൊ 10 ഉറുപ്പ്യ ഉണ്ടാക്കേണ്ട സമയമാണ്. അല്ലാണ്ട് ഈ കുടിയനും വെച്ച് നടന്നിട്ടേ നിങ്ങൾ എങ്ങോട്ടാ പോണത്? മെമ്പറേ, ഇവിടെ നിർത്തി. ആ രമേശിനെ നിങ്ങളെ മാറി ചിന്തിച്ചിരുന്നെങ്കിലേ ഞാനൊരു കുടുംബം ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. ആ കൊറോണ സമയത്ത് ഓനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മരുന്നും വെള്ളം കൊണ്ട് തരാൻ. നിങ്ങളെപ്പോൾ ആളുകൾ ആ സമയത്ത് കണ്ണും മൂക്കും പറ്റിയാണ് നടന്നത്. അന്ന് രമേശൻ പ്രാക്ടിക്കലായി ചിന്തിക്കാത്തതുകൊണ്ട് എൻ്റെ വീയും മക്കളും ഇന്ന് ജീവനോടുണ്ട്. അതിലും വലുതൊന്നുമില്ല ഇതിൻ്റെ വാടക. മോമക്ക, സ്വാമി ഒറ്റ പാടായി. എനിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാട്ടോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. 60 + 60. മോളെ പറഞ്ഞ ആരോ സഞ്ചാടിയാടി ഉറങ്ങുന്നി is equal to 2. 2 + 2. അച്ഛന്റെ മോളാ. അച്ഛന്റെ നോട്ട്ബുക്ക് എവിടെ? അതിന് മോളൊന്നും വാങ്ങാൻ പറഞ്ഞില്ലല്ലോ അച്ഛനോട്. അച്ഛൻ ഇന്ന് നോട്ട്ബുക്ക് വാങ്ങിയില്ല അല്ലേ? വന്നോ? ഇന്നും കുടിച്ചു തന്നെയാണോ വന്നേ? അച്ഛൻ ഇന്നും എന്റെ നോട്ട്ബുക്ക് വാങ്ങിയില്ല. അച്ഛൻ എവിടെയാ മോളെ? നമ്മളെ നോക്കാൻ നേരം. അച്ഛന് കുടിക്കണം എന്നുള്ളൊരു വിചാരമല്ലേ ഉള്ളൂ. പോടി, ഇതെന്റെ മോളാ. അച്ഛൻ നീ കുടിക്കരുത് കേട്ടോ. അച്ഛൻ ഇന്ന് മുതൽ കുടി നിർത്തി. എന്റെ മോക്ക് തരുന്ന ഇക്ക മെമ്പർ വരാന്നിട്ട് കാണുന്നില്ലല്ലോ. താമസിക്കോ? നമ്മളെ പെരുന്നാൾ മെമ്പറിന് കൊളാക്കോ? മോമക്ക, അല്ലെന്ന് നിങ്ങളിപ്പോ എന്നെ കാണണമെന്ന് പറഞ്ഞേ? നമുക്ക് രമേശന്റെ ഭാര്യനെ കുട്ടീനെ കാണണം. കുറച്ച് കാര്യം പറയാനുണ്ട്. അതിന് മെമ്പറോട് വേണം. അതിനെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. സത്യം പറഞ്ഞല്ലോ മോമക്ക, ഞാനത് മരിച്ചതിന് ശേഷം ഞാൻ കേറിയില്ല. ആണോ? നമുക്കൊരു വിജയമാണ് പോവാം. അവിടെ ആകെ സങ്കടപ്പെട്ടിരിക്കും. എന്നാലും വലിയൊരു കഷ്ടായി പോയിട്ടത്. മോളെ സിന്ധു, അതെന്റെ മോളെ, എന്ത് ചെയ്യാനാ? ഞങ്ങളൊക്കെ ഇല്ലേ, കൈവിടില്ല. അറിയാതെ ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടി ഉണ്ടാവും. ഞങ്ങൾ വന്നത് ഒരു കാര്യം പറയാനാ. ഇതാക്കി നമ്മളൊക്കെ വന്നിട്ടുണ്ട്. സിന്ധു, ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? ഈ ഒറ്റയ്ക്കില്ലാന്ന് ആദ്യം വിചാരിക്കാം. ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് പെരുന്നാൾ രാവാണ്.
നല്ലൊരു സമ്മാനമായിട്ടാണ് മോമൊക്കെ വന്നത്. അത് മോമൊക്കെ തന്നെ എന്നോട് നേരിട്ട് പറയും. മോളെ, ഇന്നലെ വരെ നീ ഈ വീട്ടിൽ വാടകയ്ക്കായിരുന്നു. പക്ഷെ ഇന്ന് മുതല് നീ ഇവിടെ വാടകയ്ക്കല്ല. ഈ വീട് നിന്റെയും മോളെയും പേരിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മോളെ, രമേശനെ പഠിച്ചോ വിളിച്ചെന്നെ ഞാനും മുഹമ്മദൊക്കെയും കൂടി എടുത്ത തീരുമാനമാണ്. നിന്നെ ആരും ഒറ്റക്കാക്കൂല. നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്, നീക്കറിയാതെ. ഇന്ന് പെരുന്നാള് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഈ മോളെയും കൂട്ടി വാ, ഇന്ന് ഭക്ഷണം മോമക്കനെ വിട്ടുന്നു. നമ്മളെ നിങ്ങളും വരി. ഏറ്റ് അവിടെ എത്തി. വാ മോളെ.